حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وسندنا قاضي عياض رحمه الله وسيدنا تقي الدين محمد الدالمي القادري وسيدنا أستاذ الأساتذة جميع أساتذتنا مشايخنا كلهم أستاذنا السيد علي بن سعد رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. തങ്ങളുടെ നാടിനെ പറ്റി അല്ലാഹു പറയുന്നു, വഖാല തആല ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്. തങ്ങളീ നാട്ടിൽ ഇറങ്ങി, അതുകൊണ്ട് ഈ നാടിനെ കൊണ്ട് നമ്മൾ സത്യം ചെയ്യിക്കാം. ഇനി ഞാൻ സത്യം ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞവരുണ്ട്. സത്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഖീല ലാ ഉഖ്സിമു ബിഹി, ഈ നാട് കൊണ്ട് നമ്മൾ സത്യം ചെയ്യില്ല. എപ്പോഴ് ഇദാലം തക്കുൻ ഫീഹി ബഅദ ഖുറൂജിക മിൻഹു, തങ്ങൾ ഈ നാട്ടിൽ വരണം, തങ്ങളവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നെയും വരുമല്ലോ തങ്ങൾ. അങ്ങനെ പറഞ്ഞവരുണ്ട്. ഹക്കാവ് മക്കിയ്യൻ. ഫഖീല പറയപ്പെട്ടു ലാ സായിദത്തുൻ ഐ ഉഖ്സിമു ബിഹി, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, കാരണം വാന്തബിഹി, തങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ എന്ന്. വാന്തബിഹി, തങ്ങളാണ്, തങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന്. തങ്ങളുള്ള നാട്ടിൽ വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു എന്ന് പറഞ്ഞതിന്റെ മാന ഹലാലുൻ ഔ ഹില്ലുൻ ലക, തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ഈ നാട്ടിൽ തങ്ങൾക്ക് എന്തും ചെയ്യാം. ഔ ഹില്ലുൻ ലക മാ ഫഅൽത ബിഹി, തങ്ങൾ ചെയ്യുന്ന എല്ലാം ഞങ്ങൾക്ക് ഹലാലാണ്. അല തഫ്സീർ, ഇനി പറഞ്ഞ രണ്ട് തഫ്സീർ അനുസരിച്ചും ഏതായാലും വൽ മുറാദു ബിൽ ബലദ് ഇൻദ ഹൗലായി മക്കയാണ്. വഖാലൽ വാസിത്തി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഐ തഹ്ലിഫു ലക, തങ്ങൾക്ക് വേണ്ടി നഹ്ലിഫു, നമ്മൾ സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട്. അല്ലദീ, എങ്ങനത്തെ ബലദാണ് ഷറഫ്തഹു, തങ്ങൾ ആ നാടിനെ ഷറഫാക്കി, ബി മക്കാനിക ഫീഹി, തങ്ങളവിടെ താമസിക്കുന്നു, ഹയ്യൻ ബറക്കത്തിക്ക, തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും തങ്ങൾ ഈ നാടിനെ എന്താക്കി, ഷറഫാക്കി. മയ്യിത്തൻ, തങ്ങൾ വഫാത്തായതിനു ശേഷം യഅനി അൽ മദീനയാണെന്നും പറഞ്ഞവരുണ്ട്. ഏത് നാടായാലും വേണ്ടിയില്ല, അല്ലാഹു തആല ആ നാട്ടിന് പവർ കൊടുത്തത് റസൂലുള്ളാഹിനെ കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അജിസാക്കൾ അവിടുത്തെ എന്തും എവിടെ ഉണ്ടായാലും ആ നാടിന് വലിയ ബർക്കത്താണ്. അതുകൊണ്ട് നമ്മൾ മർക്കസ് സഖാഫത്ത് സുന്നിയ വളരെ ബർക്കത്തായ സ്ഥാപനമായ റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്കുണ്ടായതുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഹുസൈൻ ഉസ്താദിന് മദീന ശരീഫിൽ നിന്ന് കൊടുത്തു. അതും അവിടെയും വളരെ ബർക്കത്തായ. അവരൊക്കെ വരേണ്ടടുത്തതൊക്കെ വരും. അതിന് നമ്മളെ അസുഖം വരട്ടെന്താ കാര്യം? നമ്മൾ അഷറഫുൽ ഖൽഖിനെ നല്ലോണം സ്നേഹിക്കുക, അപ്പം ഞമ്മക്കും ഉണ്ടാവും അതിൻ്റെത്. അപ്പം തങ്ങളുള്ള നാട് തങ്ങൾ ഒന്നാകെയുള്ള നാടായാലും വേണ്ടിയില്ല, തങ്ങളോട് ബന്ധപ്പെട്ട സാധനങ്ങളുള്ളതായാലും വേണ്ടിയില്ല, തങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ളതായ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നുള്ളതായാലും വേണ്ടിയില്ല, തങ്ങളുമായിക്കൊണ്ട് ബന്ധപ്പെട്ട തങ്ങളുടെ നാട്. അപ്പോൾ തങ്ങളെ നാടും തങ്ങളിറങ്ങിയ നാടും, തങ്ങളെ നാടും തങ്ങളെ വസ്ത്രവും, തങ്ങളുടെ നാടും തങ്ങളുടെ ഷെയർ മുബാറക്കുകളും, തങ്ങളുടെ നാടും തങ്ങളുടെ നഖവും എല്ലാം എല്ലാവർക്കും ഫضലായി. അതുകൊണ്ട് സഹാബത്ത് നല്ലോണം മനസ്സിലാക്കിയതുകൊണ്ട് സഹാബത്ത് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പ് വെച്ച രക്തം കൊടുത്തിട്ട് അത് മണ്ണിൽ പുരട്ടാതെ ഉള്ളിലേക്ക് കടത്തിയ സഹാബത്താണ്. അവിടെയാണ് മഹബത്ത്. നമ്മളിപ്പോ എത്ര മഹബത്ത് വെച്ചാലും നമുക്ക് മഹബത്ത് പെട്ടെന്ന് നമുക്ക് തിരിയില്ല എന്താണെന്ന്. ബസ്സിലിങ്ങനെ പോകുമ്പോൾ എന്തായി, ബസ്സിൽ യാത്രയാണ്, നമ്മൾ രണ്ടുപേര് യാത്ര, കുറേ പേര് യാത്രയാണ് ബസ്സിൽ. അപ്പം നമ്മൾ പറക്ക സീറ്റിലായിരിക്കുന്ന മുന്നിൽ നിന്നൊരു പെണ്ണ് തുപ്പി, വെളിയിലോട്ടൊറ്റ തുപ്പൽ വന്ന് നമ്മൾ മുഖത്ത് കരിച്ചു. എന്തൊരു ദേഷ്യമുണ്ടോ നമുക്ക്, അല്ലേ? പിന്നെ ആ പെണ്ണിന് നമ്മൾ പറയാനും ചെല്ലാനും അവളെ പ്രാവാനും ഒന്നും കാണില്ല. അൽഫാദുകളൊക്കെ അന്നേരം നമുക്ക് മുത്തറാദിബായ നിലയിൽ ഇങ്ങനെ വന്നോളും. അങ്ങനാണ് ഇങ്ങനാണ്.
ഏതെങ്കിലും ഒരു കാരണവശാൽ അള്ളാഹു തആലയുടെ അസലിയായ ഖളാ അനുസരിച്ച് ഈ പെണ്ണിനെ കെട്ടിയാണെങ്കിൽ പിന്നെ അവക്കുള്ള തുപ്പലും വേണം, സർവ്വതും വേണം. അവക്കുള്ള തുപ്പലും നമ്മൾ ഉറിഞ്ചി കുടിക്കും, സർവ്വതും ഉറിഞ്ചി കുടിക്കും. അതെന്താ? ആദ്യത്തെ പെണ്ണിന്റെ തുപ്പൽ തന്നെ അല്ലേ എപ്പോഴുള്ളത്. പക്ഷേ രണ്ടാമത് കിട്ടിയത് മഹബത്തിന്റെ ആണ്. ആ മഹബത്ത് വരുമ്പോ ഇതൊന്നും നമുക്ക് മിളയച്ചമായ സംഗതികളൊന്നും മിളയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ചോളം മിളയച്ചെന്ന് പറഞ്ഞുകൂടാ. ഞാൻ മഹബത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയുള്ളത്. പെട്ടെന്ന് മനസ്സിലായില്ലേ? മഹബത്ത് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ യാത്ര ചെയ്തപ്പോ പെണ്ണിന്റെ ഭാഗത്ത് തുപ്പല് നമ്മളെ ശരീരത്തിൽ കളിച്ചപ്പോ നമ്മൾ ചീത്ത വിളിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. എന്നാൽ അള്ളാഹു തആല ആ പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുക്കാറ്. പിന്നെ പെട്ടിച്ചു കൊടുത്തപ്പോഴ പിന്നെ അവകളെ തുപ്പലും വേണം, പിന്നെ വേറെ എന്തെല്ലാം വേണം അതൊക്കെ വേണം. മനസ്സിലായോ? അവിടെയാണ്. അപ്പൊ രണ്ടാമത്തെ ആ ഭാഗം അവിടെ മഹബത്ത് വന്നു. ആ മഹബത്ത് വന്നപ്പോൾ അതെല്ലാം മറഞ്ഞു. പിന്നെ അവിടെ മിളയച്ചതയില്ല, വൃത്തികേടില്ല, നജസ്സില്ല, ഒന്നുമില്ല. പറഞ്ഞ മനസ്സിലായില്ല? പിന്നെ നമ്മൾ എവിടെല്ലാം പറ്റും അവിടൊക്കെ നമ്മൾ നോക്കും. പിന്നെ മനസ്സിലായില്ലേ? അതുകൊണ്ട് മഹബത്ത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. അത് മഹബത്ത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണം ഓരോ കാര്യങ്ങൾ. അപ്പൊ എന്ന സൂറത്ത് മക്കീത്തിന് ഏതായാലും യൈനൽ മദീന വല്ലപോലെ ആദ്യമന്ന അഭിപ്രായമാണ് അസഹാദിൽ എന്ന സൂറത്ത് മക്കീത്തിനുമാ ബഅദഹു യസ്ഹഹു. ഈ ആയത്തിന് ശേഷമുള്ളതും അതിനെ സഹിയാക്കുന്നു. ഖൗലു തലഹില്ലുൻ ബിഹാദൽ ബലദി എന്നുള്ള വനഹു ഖൗലിഹി ഇബ്നു അത്താഇൻ ഫീ തഫ്സീർ ഖൗലി തആല വഹാദൽ ബലദിൽ അമീൻ ഖാല അമ്മനഹു അല്ലാഹു തആല. അല്ലാഹു തആല ആ ബലദിനെ, ആ നാട്ടിനെ അമ്നുള്ളതാക്കി ബിമുഖാമിഹി ഫിഹാ, തങ്ങൾ അവിടെ താമസിച്ചു എന്നതാണ്. കൗനിഹി തങ്ങളായി എന്നതാണ്. ബിഹ ആ നാട്ടില്. ഫഇന്ന കൗനഹു തങ്ങളാകൽ തന്നെ അമാനുൻ ഹൈദുക്കാൻ, തങ്ങൾ എവിടെയാണ് അവിടെ എല്ലാം അമാനാണ്. അതുകൊണ്ട് അമാനുണ്ടാവും തങ്ങളും തങ്ങളോട് ബന്ധപ്പെട്ട എന്തുണ്ടായാലും. വാലിദിൻ വമാ വലദ, ആദം നബി അലൈഹിസ്സലാമാണെന്ന് പറഞ്ഞവരുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്ന് പറഞ്ഞവരുണ്ട്. വമാ വലദ കൊണ്ട് ഉദ്ദേശം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ആ ഇശാറത്തുള്ളത് എന്ന് ഖുർആൻ ശരീഫിൽ പറഞ്ഞ വാലിദിൻ വമാ വലദ കൊണ്ട് ഉദ്ദേശം പുന്നാര നബിയാണ് എന്ന്. ഫഹിയ ഇൻഷാ അല്ലാഹു തആല ഇശാറത്തുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫതളമ്മന സൂറത്തു അൽ ഖസമ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മൗദിഇൻ, രണ്ട് സ്ഥലത്തും റസൂലുള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യുക എന്നത് ഈ സൂറത്ത് ഉൾപ്പെടുത്തി. സത്യം ചെയ്യുക എന്നുള്ളത് മഹത്തരമായ ഒന്നിനെ കൊണ്ടേ സത്യം ചെയ്യുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് സാധാരണ നാടല്ല, തങ്ങൾ ഇറങ്ങിയ നാട് സാധാരണ നാടല്ല, തങ്ങളുടെ ഒന്നും സാധാരണയല്ല, എല്ലാം അസാധാരണമാണ്.